തേക്കിൻകാട് മൈതാനം സംബന്ധിച്ച ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ദേവസ്വം ഭരണാധികാരികൾ വിമുഖത കാണിച്ചതിനാലാണ് വീണ്ടും കോടതിയെ സമീപിച്ചതെന്ന് അയ്യന്തോൾ സ്വദേശി സുമോദ്. ഏറെ പ്രശസ്തമാണ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം. വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 65 ഏക്കർ ഭൂമി. ഈ തേക്കിൻകാട് മൈതാനത്തിനോട് ചേർന്നുള്ള സ്വരാജ് റൗണ്ട് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ റൗണ്ട് എബൌട്ടാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തേക്കിൻകാട് മൈതാനം രാഷ്ട്രീയ പൊതുസമ്മേളനങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ജാഥകൾക്കുമൊന്നും കൊടുക്കരുത് എന്ന ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നത്. ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച ഒരാളായ സുമോദ്, തൃശ്ശൂർ സ്വദേശി സുമോദ് നമ്മളോടൊപ്പം ചേരുകയാണ്. നേരത്തെയും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു വിധി ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ആദ്യത്തെ ഹൈക്കോടതി വിധി കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അതിനാണ് ഹൈക്കോടതിനെ സമീപിച്ചത്. അപ്പോൾ ഹൈക്കോടതി നല്ലൊരു വിധി തന്നിട്ടുണ്ട്. ഇത് ഇനി ദേവസ്വം ബോർഡ് നടപ്പാക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ വന്ന് സമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കണില്ല. കാരണം ഇവിടെ 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തജനങ്ങൾ കണ്ടമാനം ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്തായിരിക്കും ഇവിടെ സമ്മേളനം നടക്കുക. അപ്പോൾ ഈ 2 ഗേറ്റും കുറുപ്പൻ റോഡിൻ്റെ അവിടെ നിന്ന് വരുന്നതും ഈ ഷൊർണൂർ റോഡിൻ്റെ അവിടെ നിന്ന് കയറി വരുന്നതും ഇവർ ബ്ലോക്ക് ചെയ്യും, പോലീസുകാർ ബ്ലോക്ക് ചെയ്യും. ഒരു വണ്ടിക്കാരോ ഒരു ഭക്തന്മാർക്കും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് രണ്ടാമത് കോടതിയിൽ പോകാൻ കാരണം അന്നത്തെ ദിവസം അമ്പലത്തിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ക്ഷേത്ര കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയമായ ഇടപെടലുകൾ വേണ്ട എന്നതാണ് ഹൈക്കോടതി ഉന്നയിക്കുകയുണ്ടായിരുന്നത്. എന്തായാലും ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഭൂമിയാണ് തേക്കിൻകാട് മൈതാനം. ഒട്ടേറെ പതിറ്റാണ്ടുകളായി ഒട്ടേറെ മഹാരഥന്മാർ വന്നിരുന്ന ഭൂമിയാണ്. എന്തായാലും പുതിയ ഹൈക്കോടതിയുടെ വിധി ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.